ശ്രീ അനിൽ മണ്ണത്തൂർ എഴുതിയ പുതിയ പുസ്തകമാണ് ദൈവകൃപ. 26 ചെറുകഥകളുടെ സമാഹാരം. ഇതിൽ ബാലകഥകൾ, അനുഭവ കഥകൾ, കാർഷിക കഥകൾ തുടങ്ങി പല തലങ്ങളെ സ്പർശിക്കുന്ന കഥകളാണുള്ളത്. ആകർഷകമായ, ഹൃദ്യമായ, ലളിതമായ, കൗതുകകരമായ കഥകൾ. ഏതു തലമുറയ്ക്കും ആസ്വദിക്കാവുന്ന കഥകൾ. കൊച്ചിൻ സാഹിത്യ അക്കാദമിയാണ് പ്രസാധനം. തലമുറകളെ നന്മയിലേക്ക് നയിക്കുന്ന ദൈവകൃപ. തനിക്ക് ചുറ്റും നടന്ന സംഭവങ്ങൾ ഓർമ്മയിൽ നിന്നും തപ്പിയെടുത്ത് മുത്തുമണികളായി കോർത്തിണക്കി, ഏറെ നേരും നൊമ്പരങ്ങളും ചേർത്തിണക്കി, വളരെ ലളിതമായ ഭാഷയിൽ അനിൽ മണ്ണത്തൂർ ദൈവകൃപ എന്ന തൻ്റെ കഥാസമാഹാരത്തിലൂടെ നിഷ്കളങ്കമായി അവതരിപ്പിച്ചിരിക്കുന്നു. അനിൽ എഴുതിയ 26 കഥകളിൽ പലതും ജീവിതാനുഭവങ്ങളാണ്. ചിലതിൽ അനിൽ കഥാപാത്രമായി മാറുന്നുണ്ട്. കഥാലോകത്ത് നവാഗതനാണ് അനിൽ. വളച്ചുകെട്ടില്ലാതെ അനിൽ തൻ്റെ കഥകൾ അവതരിപ്പിക്കുന്നതിൽ വിജയിച്ചിരിക്കുന്നു. ചില കഥകൾ ആഴത്തിൽ ചിന്തിപ്പിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നുണ്ട്. ചില ദുർബല നിമിഷത്തിൽ പറ്റുന്ന തെറ്റ് നേരിൽ കണ്ട കുട്ടിയുടെ ജീവിതാന്ത്യം, അങ്ങനെ കഥാകഥന രീതിയിൽ വൈവിധ്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്നു. 19ാമത്തെ കഥയായ കടച്ചക്ക ചില അന്ധവിശ്വാസങ്ങൾ ഉള്ളിലൊളിപ്പിച്ചുകൊണ്ട് എഴുതിയതാണ്. നമ്മുടെ വീട്ടുപരിസരത്ത് ചില ചെടികൾ കൃഷി ചെയ്താൽ കുടുംബത്തിൽ ദോഷങ്ങൾ വരാനിടയുണ്ടെന്ന വിശ്വാസം പലരിലുമുണ്ട്. പുല്ലൂരാംപാറയിലെ പ്രകൃതി ദുരന്തത്തിൽ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയെ തന്മയത്വത്തോടെ ദൈവകൃപയിൽ അവതരിപ്പിക്കുന്നു. കന്നിവോട്ട് ചെയ്യാൻ ലോകം പിടിച്ചെടുക്കാനെന്ന ആവേശത്തിൽ പോയി വ്യാജനായി പിടിച്ചേക്കാമെന്ന ഘട്ടത്തിൽ ജീവനും കൊണ്ടോടിയത് ചിരിവടത്തുന്നവയാണ്. മണ്ണത്തൂർ തറവാടിൻ്റെ പാരമ്പര്യം, പാശ്ചാത്തലം എന്നിവ ഈ കഥകളിലും കാണാം. അശോകൻ ചേമഞ്ചേരി അവതാരികയും പി ശ്രീധരനുണ്ണി, വിജയശ്രീ രാജീവ് എന്നിവർ ആശംസയും രചിച്ച കൃതി സ്കൂൾ ലൈബ്രറികൾക്കും ഗ്രന്ഥശാലകൾക്കും ഒരു അലങ്കാരമാണ്. 130 രൂപ വിലയുള്ള ഈ പുസ്തകം ആവശ്യമുള്ളവർക്ക് എത്തിച്ചു നൽകുന്നതാണ്. മണ്ണത്തൂരിൻ്റെ ചെറുവരികൾ എന്ന കവിതാ സമാഹാരവും ഇദ്ദേഹത്തിൻ്റെ വകയായുണ്ട്.